കൂട്ടുകാരെ നമസ്കാരം. മധുരമേറെ ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു വിഭവമാണ് കേട്ടോ ഇത്. അതിഥികൾ പറയാതെ വീട്ടിലേക്ക് എത്തുമ്പോഴോ വിഷു പോലെ വിശേഷപ്പെട്ട ഏതെങ്കിലും ദിവസങ്ങളിൽ നിവേദ്യം പോലെ തയ്യാറാക്കാനോ അതുമല്ലെങ്കിൽ ഒരു 4 മണി പലഹാരമായോ ഇതിനെ കണക്കാക്കാം കേട്ടോ. നന്നായി പഴുത്ത ഏത്തപ്പഴം ഇതുപോലെ മുറിച്ചെടുക്കുക. നന്നായി ചൂടായ പാനിലേക്ക് 2-3 സ്പൂൺ ശുദ്ധമായ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങ കുഞ്ഞായി നുറുങ്ങി അരിഞ്ഞതോ അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണേ. ഇവിടെ ഇപ്പോൾ കാഷ്യൂനട്ട് മാത്രമേ ഉള്ളൂ, അത് വറുത്ത് കോരിയെടുത്തു. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം നമുക്കിടാം. നന്നായി ഇളക്കുക. കരിഞ്ഞു പോവാതിരിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണേ. പഴമായി പൊളിച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കാം കേട്ടോ. ഇത് ജയന്തി ചേച്ചിയുടെ സ്പെഷ്യലാണ് കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ നന്നായി പോകണമെന്നും അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ആകർഷണീയമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നും എന്നോട് നിർദ്ദേശിക്കാറുള്ള ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ ചേച്ചി. പഴം നന്നായി കുഴയ്ക്കേണ്ട ആവശ്യമില്ല, കഷ്ണങ്ങളായി തന്നെ കിടക്കണം കേട്ടോ. ഇനി കുറച്ച് നേരം ശർക്കര പാവിലിട്ട് നമുക്കതിനെ പരുവപ്പെടുത്താം. ശർക്കര പാവിൽ നന്നായി തിളച്ച് മറിയണം കേട്ടോ, എന്നാൽ അടിയിൽ പിടിക്കാനും പാടില്ല. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി വേണം. പഴക്കഷ്ണങ്ങളിൽ ശർക്കരപ്പാവ് നന്നായി പിടിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാകുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അടിയിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നന്നായി തിളച്ച് വരുമ്പോൾ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഈ വിഭവം ഉണ്ടാക്കിയിട്ടുള്ളവരോ കഴിച്ചിട്ടുള്ളവരോ കണ്ടിട്ടുള്ളവരോ ഇതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.